ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ 2 ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. സൺഡേ വൈകുന്നേരം ഞങ്ങളൊന്ന് ബീച്ചിൽ വന്നതാണ്. കുറേ നാളായിരുന്നു പുറത്തൊക്കെ പോയിട്ട്. അപ്പോൾ എല്ലാ ആഴ്ചയും എന്തെങ്കിലുമൊക്കെ തിരക്കുകളായിരിക്കും. അപ്പോൾ മോള് കുറച്ച് ദിവസമായിട്ട് ബീച്ചിൽ പോകണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് ഇവിടെ കഴക്കൂട്ടം മേനംകുളത്തുള്ള ബീച്ചിലാണ് വന്നിരിക്കുന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പം ആരും അങ്ങനെ ശംഖുമുഖം ബീച്ചിലോട്ട് അധികം പോകാറില്ല എന്ന് തോന്നുന്നു. എല്ലാവരും ഈ കഴക്കൂട്ടം ബീച്ചിലാണ് വരുന്നത്. കുറച്ചും കൂടി നീറ്റാണ്, പിന്നെ നമുക്ക് ഇറങ്ങാനൊക്കെ പറ്റും. മോളവിടെ സാൻഡ് കാസിലൊക്കെ ഉണ്ടാക്കി കളിക്കാം കേട്ടോ. അവള് ബീച്ചിൽ വരുന്ന ഇതിനായിട്ടാണ്, വെള്ളത്തിലിറങ്ങാനൊന്നും അല്ല. കുറച്ചു നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ബീച്ചിൽ നിന്ന് തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വന്ന് വിചാരിച്ചു. രാത്രിയായ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ കഴക്കൂട്ടം ഏരിയ ആയതുകൊണ്ട് ഇഷ്ടം പോലെ കഫേ ഉണ്ട് കേട്ടോ. ടെക്നോ പാർക്ക് ബൈപ്പാസിൻ്റെ സൈഡിൽ ഒത്തിരി കഫേകളുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ടർഫിലാണ് വന്നിരിക്കുന്നത്. ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വരുന്നത്. നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളൊരു കഫേയാണ്, നല്ല ആംബിയൻസ് ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ഹോട്ട് ചോക്ലേറ്റും ഒരു ബർഗറും ക്ലബ് സാൻഡ്വിച്ചും ഒക്കെയാണ് ഓർഡർ ചെയ്തത്. അവിടെ കഫേ ആണല്ലോ, അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളാണ് കിട്ടുന്നത്. പിന്നെ പൊട്ടറ്റോ വെഡ്ജസ്, അങ്ങനെ കുട്ടിയൊക്കെ ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങൾ. ഫുഡ് പക്ഷേ നമുക്ക് ആവറേജ് ആയിട്ടാണ് തോന്നിയത് കേട്ടോ. ഹോട്ട് ചോക്ലേറ്റ് നല്ലതായിരുന്നു. പിന്നെ ഹസ്ബൻഡ് ഒരു ക്യാപ്പച്ചീനോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് രണ്ടും നല്ലതായിരുന്നു. പക്ഷെ ബർഗറും സാൻഡ്വിച്ചും ഒക്കെ കുറച്ചൊരു മയണസിൻ്റെ ഒരു ടേസ്റ്റ് ഒത്തിരി മുന്നിട്ട് നിൽക്കുന്നതായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് അധികം ഫുഡ് ഞങ്ങൾക്ക് വലിയ ഇഷ്ടമായില്ല. പിന്നെ കുട്ടികൾക്ക് ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ കിട്ടിയതുകൊണ്ട് പിന്നെ ഹാപ്പി. ഇച്ചിരി മഴയൊക്കെ ഉള്ള ദിവസമായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ രാവിലെയാണ് കേട്ടോ. മൺഡേ ആണ്, സ്കൂളിലുള്ള ദിവസമാണ്. അപ്പോൾ ഞാനിപ്പോൾ കിച്ചണിൽ വന്നു. ഇനിയിപ്പോൾ മോന് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ലഞ്ച് ഉണ്ടാക്കണം. കുറേ നാളായി ഞാൻ ലഞ്ച് ബോക്സ് റെസിപ്പീസ് ചെയ്തിട്ടല്ലേ. ഇടയ്ക്ക് സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇടാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പലരും ചോദിക്കുന്നുണ്ട് സ്കൂൾ റെസിപ്പീസ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നില്ലല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും അധികം രാവിലെ ഇപ്പോൾ അങ്ങനെ ഉണ്ടാക്കാറില്ല, സമയമില്ലാത്തതുകൊണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ചപ്പാത്തിയും സോയയും കൂടി ഒരു മിക്സാണ് മോന് കൊടുത്തു വിടുന്നത്. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതുമാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി തന്നെ കുറച്ച് സോയ വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ സമയം ഉണ്ടെങ്കിൽ രാത്രി വേവിച്ച് വെക്കണമെന്നില്ല കേട്ടോ. പിന്നെ ഞാൻ കുറച്ചൊരു 6:30 ഒക്കെ ആയിട്ട് ഇപ്പോൾ രാവിലെ എഴുന്നേക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സമയം പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് ഒരു പിടി സോയ ഞാൻ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് വെള്ളമൂറ്റി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണേ. അപ്പോൾ ആദ്യം നമുക്ക് ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കണം. ചപ്പാത്തി ഞാൻ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കുന്നതാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി ഉണ്ടല്ലോ, അത് മേടിച്ച് ചൂടാക്കി എടുക്കുന്നതാണ്. നമുക്കിവിടെ അടുത്തൊരു ബേക്കറി ഉണ്ട്, അപ്പോൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത നല്ല ചപ്പാത്തിയാണ് അവിടെ കിട്ടുന്നത്. നമുക്ക് അതല്ലാതെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ തലേദിവസം തന്നെ മാവൊക്കെ കുഴച്ച് വെക്കുകയാണെങ്കിൽ രാവിലെ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പം ഈ ഇടയ്ക്കായിട്ട് ചപ്പാത്തി മേടിക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഒരു 2 എണ്ണം ഒന്ന് ചുട്ടെടുക്കാം. മോന് മാത്രം മതി, 2 ചപ്പാത്തി മതിയാവും. ഇതിനകത്ത് കുറച്ച് നെയ്യൊന്ന് തേച്ച് കൊടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നെയ്യ് തേച്ച് വയ്ക്കുമ്പോൾ ചപ്പാത്തി കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റായി ഇട്ട് കിട്ടുകയും ചെയ്യും. ടേസ്റ്റും നല്ലതാണ്. ഒത്തിരി വേണ്ട, ജസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ. അപ്പോൾ ചപ്പാത്തി രണ്ടും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ട് ഒരു സവോള ഇതുപോലെ ഒന്ന് കനം കുറച്ച് അരിഞ്ഞെടുക്കുക. പിന്നെ പച്ചക്കറികൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം കേട്ടോ. ഇതിൽ നിന്ന് ക്യാരറ്റും ബീൻസും ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ സവോളയും പിന്നെ കുറച്ച് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞു പീസ് ക്യാപ്സിക്കം ചേർക്കുന്നത് ഈ ഒരു ഡിഷിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും, അതുകൊണ്ടാണ് കേട്ടോ. വളരെ ചെറിയൊരു പീസ് ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സവോള മാത്രം എടുത്താൽ മതി. അപ്പോൾ അത് അരിഞ്ഞു വെച്ചു.
ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ചുട്ടുവെച്ച ചപ്പാത്തി ഉണ്ടല്ലോ, അത് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മുറിച്ചെടുക്കുക. കൈ വെച്ച് തന്നെ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ മുറിച്ചെടുത്താൽ മതി. 2 ചപ്പാത്തി വെച്ചിട്ട് ഒരാൾക്ക് കഴിക്കാനുള്ള ഒരു അളവാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇനി ആ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഈ ക്യാപ്സിക്കവും സവോളയും ഇട്ട് കൊടുക്കാം. പച്ചക്കറികൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും ഈ സമയത്ത് തന്നെ ചേർത്താൽ മതി. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. സവോള നന്നായിട്ട് വാടി ചെറുതായിട്ടൊന്ന് നിറമൊക്കെ മാറി വരണം. ഇതായിട്ടുണ്ട്. ഇനി പൊടികൾ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 മുതൽ 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല, ചിക്കൻ മസാല, മീറ്റ് മസാല ഏതെങ്കിലും ഉപയോഗിക്കാം. മസാലയുടെ അളവ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഒരുപാട് ഗരം മസാല വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. ഈ 2 മസാലപ്പൊടികൾ മാത്രം മതി. നല്ലപോലെ വഴറ്റി അതിൻ്റെ ആ ഒരു ചുവയങ്ങ് മാറണം. ഈ സമയത്ത് വേണമെങ്കിൽ ഒരല്പം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാവേ. സോസ് ചേർത്താൽ നല്ല ടേസ്റ്റിയാണ്. പക്ഷെ ഞാൻ കുട്ടികൾക്ക് അങ്ങനെ ലഞ്ചിനൊന്നും കൊടുത്തു വിടുമ്പോൾ സോസ് ഉപയോഗിക്കാറില്ല. ഇനി ഇതിനകത്തേക്ക് അതിൻ്റെ ചുവയൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച സോയ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. വെള്ളം ഉണ്ടെങ്കിൽ നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് വേണം സോയ ചേർക്കാൻ. എന്നാലേ അതിനകത്ത് ആ മസാലയൊക്കെ പിടിക്കത്തുള്ളൂ. എത്രത്തോളം സോയ വേണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് ഇട്ടിട്ടുള്ളൂ. പിന്നെ ഇതിപ്പോൾ കുഞ്ഞ് സൈസിലുള്ള സോയയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുറച്ചും കൂടി വലുതാണെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. എന്നാലേ മസാല ആവശ്യത്തിന് പിടിക്കത്തുള്ളൂ. ഇനി ഒരല്പം വെള്ളം ജസ്റ്റ് ഒരു 1/4 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് അടച്ചു വെച്ച് വേവിക്കാം. വെള്ളം ഒരുപാട് വേണ്ട. സോയ പെട്ടെന്ന് വേവും. ജസ്റ്റ് അതിനകത്ത് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് ചെറിയ തീയിലൊന്ന് വെക്കണം. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. നല്ല ഡ്രൈ ആയിട്ട് തന്നെയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് അടച്ചു വയ്ക്കാം. അപ്പോൾ അതാവുന്ന സമയം കൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ചമ്മന്തിയൊക്കെ അരച്ചെടുക്കുകയാണ് കേട്ടോ. ഇന്ന് ദോശയും ചമ്മന്തിയാണ്. അപ്പോൾ വെള്ളച്ചമ്മന്തി ജസ്റ്റ് ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തു. അപ്പോൾ അതേ നമ്മുടെ സോയ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, അതായത് ഇതുപോലെ ഡ്രൈ ആയിട്ട് വരണം. നല്ലതായിട്ട് ആ മസാലയൊക്കെ അതിനകത്ത് പിടിച്ചു. ഇനി ഇതിനകത്തേക്ക് നമ്മൾ മുറിച്ച് വെച്ച ചപ്പാത്തി ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുക. ഇത്രേ ഉള്ളൂ. നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഈ പറഞ്ഞ പോലെ ചപ്പാത്തി തലേദിവസം ഉണ്ടാക്കി വെച്ച് സോയയൊക്കെ ഒന്ന് വേവിച്ച് വെക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ലാസ്റ്റ് ഒരല്പം നെയ്യും കൂടി ഒന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലഞ്ച് റെഡിയായി. നല്ല ഈസിയാണ്, നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ. സോയ ആയതുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാതിരിക്കരുത്. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ മാത്രമല്ല, നമുക്ക് വൈകുന്നേരം ഡിന്നറിനൊക്കെ ഉണ്ടാക്കാനും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു നല്ല ഡിഷാണ് കേട്ടോ. അപ്പോൾ അതെ, മോനുള്ള സ്കൂൾ ലഞ്ച് റെഡി. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തു. ഇനി ഞാൻ ലഞ്ച് പാക്ക് ചെയ്യണേ. ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ സൈഡ് ഡിഷ് ഒന്നും ആവശ്യമില്ല. ഇത് മാത്രം തന്നെ കുട്ടികൾ കഴിച്ചോളും. അപ്പോൾ മോൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി മോളുടെ സ്കൂൾ ബാഗൊക്കെ റെഡിയാക്കി വെച്ച് അവളെ എഴുന്നേൽപ്പിച്ച് ഫുഡൊക്കെ കൊടുത്ത് ഒരുക്കി റെഡിയാക്കി ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ രാവിലത്തെ തിരക്കുകൾ കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു കുഞ്ഞു വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും മറക്കരുത്. ലഞ്ച് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.